ഹായ് ഓൾ. യെസ്, ഇപ്പൊ നീറ്റ് എക്സാം എടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. നീറ്റ് എക്സാമിന്റെ പ്രീ നീറ്റ് മോക്കുകളൊക്കെ നിങ്ങൾ സൈലത്തിലൂടെ ഇനി ഒരുപാട് പ്രീ നീറ്റ് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം ചാനലിൽ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പൊ അതിന് മുമ്പായിട്ട് ടൈ ബ്രേക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എക്സാം കഴിഞ്ഞല്ലേ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ടൈ ബ്രേക്കിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ വിചാരിക്കും. ശരിക്കും നീറ്റ് പോലുള്ള വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് ഈ ടൈസ് എന്ന് പറയുന്നത്. അത് ഒന്നും രണ്ട് സ്റ്റുഡൻസിന്റെ ഇടയിലാവാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ഇടയിലാവാം. ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൽ ടൈ വരും. അപ്പൊ ഈ മാർക്സിന്റെ ബേസിലുള്ള ടൈനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതിന് നമ്മുടെ NTA കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണത്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ ടൈ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ പ്രയോറിറ്റി കൊടുക്കുക. ഏറ്റവും കൂടുതൽ ബയോളജിക്ക് സ്കോർ ചെയ്ത ആരാണോ അയാൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ് ഫസ്റ്റ് കാര്യം, ശ്രദ്ധിക്കണം. ഇപ്പൊ ബയോളജി നോക്കി അപ്പൊ അങ്ങനെ കുറച്ച് പേര് പുറത്തേക്ക് പോയി. അപ്പൊ ഏറ്റവും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 648 മാർക്ക് വാങ്ങിച്ച അല്ലെങ്കിൽ 652 മാർക്ക് വാങ്ങിച്ച കുറച്ച് പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ 652 മാർക്ക് തന്നെയുള്ള കുറെ പേരിൽ നിന്ന് അവർ നോക്കുന്നത് ബയോളജിയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നാണ്. ഓക്കെ, അപ്പൊ ബയോളജി കൂടുതലുള്ളവരുടെ ലിസ്റ്റ് മാത്രം വന്നു. അപ്പൊ ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ ഒരു 15 കുട്ടികൾക്ക് ബയോളജിക്ക് സെയിം മാർക്കാണ്. അപ്പൊ 15 കുട്ടികളെ മാത്രം എടുത്തു. ഇനി 15 ഗ്രൂപ്പിൽ നിന്ന് അവർ നോക്കുക കെമിസ്ട്രിയിൽ ആർക്കാണ് കൂടുതൽ മാർക്ക് എന്നാണ് നോക്കുക. സോ കെമിസ്ട്രിയിലുള്ള ആൾക്കാർ, ബയോളജി മാറ്റി കെമിസ്ട്രിയിലുള്ള ആൾക്കാരെ മാത്രം, കെമിസ്ട്രിയിൽ കൂടുതൽ മാർക്കുള്ളവരെ മാത്രം ഫിൽട്ടർ ചെയ്തു. അതൊരു 10 കുട്ടികളാണെന്ന് ഇരിക്കുക. പിന്നെ അവർ നോക്കുന്നത് ഫിസിക്സിലാണ്. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ആർക്കാണെന്ന് നോക്കും. അങ്ങനെ ഒരു 5 പേരും കൂടെ പോയി. ഇപ്പം ടോട്ടൽ 5 പിള്ളേരാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണ് പ്രയോറിറ്റി വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ആദ്യമേ നോക്കുക ബയോളജിക്കാണ്, അതിനുശേഷം നോക്കുന്നത് കെമിസ്ട്രിക്കാണ്, അതിനുശേഷം നോക്കുന്നത് ഫിസിക്സിനാണ്. പിന്നെ അവർ നോക്കുന്നത് പ്രപ്പോർഷൻ ആണ്, റേഷ്യോ ആണ്. അതായത് എല്ലാ സബ്ജക്ട്സിനും കറക്റ്റ് ആൻസേഴ്സിന്റെയും ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെയും പ്രപ്പോർഷൻ നോക്കാം. സോ ഇൻകറക്റ്റ് ടു കറക്റ്റിന്റെ റേഷ്യോ, അത് എല്ലാ സബ്ജക്ട്സിനും ആർക്കാണോ കുറവ് അതിന് അടുത്ത പ്രയോറിറ്റി. അപ്പൊ ഇൻകറക്റ്റിന്റെയും കറക്റ്റിന്റെയും എമൗണ്ട് റേഷ്യോ നോക്കും. ലെസർ പ്രപ്പോർഷൻ ആർക്കാണോ അതാണ് ഇൻകറക്റ്റ് ടു കറക്റ്റില് ഇൻകറക്റ്റ് ടു കറക്റ്റ് നോക്കിയിട്ട് ലെസർ പ്രപ്പോർഷൻ ആർക്കാണോ അയാൾക്കാണ് പിന്നെ പ്രയോറിറ്റി കൊടുക്കുക. അത് എല്ലാ സബ്ജക്ട്സിന്റെ കേസിലാണ്. എന്നിട്ടും ടൈ ആണ് വരുന്നതെങ്കിൽ ഇൻകറക്റ്റ് ടു കറക്റ്റ് എടുക്കുമ്പോൾ ലെസർ പ്രപ്പോർഷൻ വരുന്നത് ആർക്കാണോ ഇൻ ബയോളജിയിൽ ലെസർ പ്രപ്പോർഷൻ ആൾക്ക് പ്രയോറിറ്റി പിന്നെയും നോക്കും. എന്നിട്ടും ടൈ വരുന്നുണ്ടെങ്കിൽ ലെസർ പ്രപ്പോർഷൻ നോക്കും. അതായത് നമ്മുടെ ഇൻകറക്റ്റ് ടു കറക്റ്റ് നോക്കും. പിന്നെയും പ്രപ്പോർഷൻ ലെസർ ആയിട്ട് വരുന്ന ആർക്കാണോ ഇൻ കെമിസ്ട്രി നോക്കും. അതിനുശേഷം ഫിസിക്സ് നോക്കും. എങ്ങോട്ടാണ് നമ്മൾ ടൈ ബ്രേക്കേഴ്സ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം. അതായത് ടൈ ബ്രേക്സ് ഒക്കെ വരുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആൻസേഴ്സും ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെയും. ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ പരീക്ഷകൾ എഴുതുമ്പോൾ MCQs ഒക്കെ എഴുതുമ്പോൾ ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉറപ്പായിട്ടും വരും അല്ലേ. അപ്പൊ അവര് നോക്കുന്നത് ഏത് സ്റ്റുഡന്റിനാണോ. നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോ എഴുതിയതിലൊരു എത്രയാണ്, ഇപ്പൊ ഒരു ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതിൽ ഞാനൊരു 170ഓളം ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു. അതിൽ എനിക്കൊരു 30 എണ്ണം നെഗറ്റീവായി. ബാക്കി വരുന്ന 140ഓളം ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ശരിയാക്കിയത് എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അവർ ആ റേഷ്യോ ആണ് അവിടെ നോക്കുക. അപ്പൊ ഇപ്പുറത്തെ ആള് 29 എണ്ണം മാത്രമേ ഇൻകറക്റ്റ് ആക്കിയിട്ടുള്ളൂ. അതേസമയം 141ഓളം ചോദ്യങ്ങൾ ശരിയുമാക്കിയിട്ടുണ്ട്. അപ്പം അയാൾക്കാണ് ലെസർ പ്രൊപ്പോർഷൻ വരിക. മറ്റേ ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇയാൾക്കാണ് ലെസർ പ്രൊപ്പോർഷൻ. അപ്പൊ അയാൾക്കായിരിക്കും പ്രയോറിറ്റി വരിക. അപ്പൊ അവിടെ ഈ കറക്റ്റ് ആൻസേഴ്സിന് നമ്മൾ എത്രത്തോളം നെഗറ്റീവ് മാർക്കിംഗ് വരുത്തുന്നോ ടൈയിൽ നമ്മുടെ പ്രയോറിറ്റി അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ബയോളജി, ബോട്ടണി, സുവോളജി കമ്പൈൻഡ് ആയിട്ടാണ് ബയോളജി പറയുന്നത്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന രീതിയിലാണ് ശരിക്കും അതിന്റെ നമ്മുടെ പ്രയോറിറ്റി അവർ നോക്കുക. മാർക്ക് എവിടെയാണ് കൂടുതൽ എന്ന പ്രയോറിറ്റി നമ്മൾ നോക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബയോളജി ഏകദേശം എല്ലാവർക്കും എന്നല്ല, ബയോളജി ഇപ്പൊ ഒരുപാട് പേര് ശരിയാക്കി എന്ന് വിചാരിക്കുക. ഒരുപാട് പേര് ശരിയാക്കി എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദി ലോട്ട് പിന്നെ വരുന്ന കെമിസ്ട്രി ആണ്. അപ്പൊ അവിടുന്ന് സെറ്റിന്റെ എമൗണ്ട് ഓഫ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ താഴേക്ക് പോകുന്നതോറും. അങ്ങനെയാണ് സബ്ജക്റ്റിന് പ്രയോറിറ്റി വരിക. പക്ഷെ അവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത് തന്നെയാണ്. നെഗറ്റീവ് മാർക്കിങ്ങിലെ അപാകതകൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇസ് എ വെരി കീ. അത് നമ്മുടെ സ്കോർ കുറയാൻ മാത്രമല്ല, ടൈ വരുന്ന സമയത്തും നമ്മളെ പിടിച്ചുലയ്ക്കുന്നതും ശരിക്കും ഈ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് മാർക്കിങ്ങിനെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് മാറ്റി ഒന്നെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാതിരുന്നിട്ടോ അല്ലെങ്കിൽ 50% ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് കയറി നമുക്കത് ഷുവർ ആണെന്ന് പറഞ്ഞ് കുത്തിയാലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ടൈ ബ്രേക്കിംഗ് കണ്ടീഷൻസിൽ പ്രശ്നമാകും. അത് നമ്മുടെ സീറ്റിനെ തന്നെ ബാധിക്കും. അപ്പൊ ഇതും എക്സാമിന് മുമ്പേ അറിഞ്ഞിരിക്കണം. കാരണം അതുകൊണ്ടാണ് നമ്മൾ പ്രീ ഇയർലി ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം അറിയുന്നവരുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.